നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളെ തേടിയെത്താനായിട്ട് പോകുന്ന ബ്ലെസ്സിങ്സ് എന്താണ്? അതേപോലെ തന്നെ ഈ ഒരു സമയം പ്രപഞ്ചത്തിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് ലഭിക്കാനായിട്ട് പോകുന്നത്? കൂടാതെ ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച കഠിനമായിട്ടുള്ള മാനസിക വിഷമങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള വഞ്ചനകളിൽ നിന്നുമൊക്കെ ഈ ഒരു സമയം നിങ്ങളിൽ പലരും പുറത്ത് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിന് വലിയ ആഘാതമുണ്ടാക്കിയ പല സാഹചര്യങ്ങളിൽ കൂടിയുമാണ് നിങ്ങൾ കടന്നു വന്നത്. അപ്പോൾ ആ കറുത്ത നാളുകൾ അവസാനിക്കാൻ പോകുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും മനസ്സിൽ ഒരുപാട് ചിന്തകളും ആശയക്കുഴപ്പങ്ങളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതായത് എന്തെങ്കിലും ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വിവാഹം, ജോലി, ബിസിനസ് അങ്ങനെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ഒരുപക്ഷെ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് അവസരങ്ങളും വഴികളുമൊക്കെ തുറന്ന് കിടക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അതിലൊക്കെ ഏതാണ് നല്ലത്, ഏതാണ് മോശം എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയാതെ അവിടെ പെട്ടെന്നൊരു തീരുമാനമെടുക്കാനായിട്ട് കഴിയാത്ത വിധം നിങ്ങൾ വലിയൊരു ആശയക്കുഴപ്പത്തിലായിരിക്കാം ഉള്ളത്. എന്നാൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ നിലവിലെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് മികച്ചതായിട്ടുള്ള ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നത് എന്താണോ അത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ പ്രതികൂല സാഹചര്യങ്ങളോട് നിരന്തരം പോരാടി മാനസികമായിട്ടായാലും ശാരീരികമായിട്ടായാലും വളരെയധികം തളർന്നിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളിൽ പലരുമെന്ന് കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ മറ്റു വ്യക്തികളാലും പല വിധത്തിലുള്ള മോശം സാഹചര്യങ്ങളാലും നിങ്ങളിപ്പോൾ നിരന്തരം പോരാടി നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതിനാൽ തന്നെ ആരെയും ഇനി അമിതമായിട്ട് വിശ്വസിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നൊക്കെ ഒരു അതിർവരം വിട്ട് മാറി നിൽക്കാനോ ഒക്കെ ആയിരിക്കാം നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ പഴയതുപോലെ നിങ്ങളെ ഇനി ഉപദ്രവിക്കാനായിട്ട് ആർക്കും പെട്ടെന്നൊന്നും സാധിക്കില്ല എന്ന ഒരു നിലയിലേക്ക് നിങ്ങൾ എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ആത്മവിശ്വാസം കൈവിടരുത്. നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നിങ്ങൾ സഹിച്ച കഷ്ടപ്പാടുകൾക്കൊടുവിൽ വിജയം നിങ്ങളെ തേടി എത്താനായിട്ട് പോവുകയാണ്. അതിനാൽ തന്നെ തുടർന്നും ധൈര്യത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അതുപോലെ സാമ്പത്തികമായിട്ടായാലും ഭൗതിക കാര്യങ്ങളിലായാലും ഒക്കെ നിങ്ങളിൽ പലരും കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളിൽ നിങ്ങൾ തൃപ്തരാണ്. സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ആത്മവിശ്വാസം ഇന്ന് നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. കൂടാതെ ഇവിടെ മറ്റു വ്യക്തികൾ മൂലം ആഴത്തിലുള്ള ഒരു ഹൃദയവേദന ഏൽക്കേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർ മൂലം വളരെ ആഴത്തിൽ നിങ്ങളുടെ ഹൃദയത്തിന് മുറിവേൽക്കപ്പെട്ടതായിട്ടുള്ള ഒരു സാഹചര്യം പലർക്കും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു വേദനയിൽ നിന്നും പൂർണ്ണമായിട്ടും പുറത്തേക്ക് വരാനായിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആ വേദന ഉള്ളിൽ ഒതുക്കിക്കൊണ്ടായിരിക്കാം നിങ്ങൾ പുറമേക്ക് ചിരിച്ച് സന്തോഷിച്ച് നടക്കുന്നത്. എന്നാൽ ഇവിടെ മുൻപ് പറഞ്ഞതുപോലെ ഈ വേദനകളുടെയും തടസ്സങ്ങളുടെയും ഒക്കെ ഘട്ടം ഈ ഒരു സമയം പൂർണ്ണമായിട്ടും അവസാനിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന് പുതിയൊരു തുടക്കം ഉണ്ടാവാനായിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം ആത്മവിശ്വാസവും മറ്റുള്ളവരെ നയിക്കാനും സ്വാധീനിക്കാനുമൊക്കെയുള്ള ഒരു പോസിറ്റീവ് എനർജിയുമൊക്കെ ഈ ഒരു സമയം പ്രപഞ്ചത്തിൽ നിന്നും നിങ്ങൾക്ക്
ലഭിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ കഴിവുകളെയൊക്കെ മറ്റുള്ളവർ തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയാണിത്. അതേപോലെ വളരെ ആഴത്തിലുള്ള ആത്മീയ അറിവുകളിലേക്കും നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലേക്കുമൊക്കെ നിങ്ങൾ കൂടുതൽ അടുക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ ശബ്ദത്തെ പൂർണ്ണമായിട്ടും നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾക്കുള്ള ശരിയായ വഴികളും മാർഗങ്ങളുമൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ തെളിഞ്ഞു വരും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ ഒരു സാമ്പത്തിക ഭദ്രത നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇവിടെ ഈ സമയം നിങ്ങളെ തേടി പുതിയ പുതിയ അവസരങ്ങളും ഭാഗ്യങ്ങളുമൊക്കെ എത്തിച്ചേരുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലെ ആശയക്കുഴപ്പങ്ങളൊക്കെ മാറി ജീവിതത്തിൽ ഇനി എന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു വ്യക്തത ഈ സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഹൃദയത്തിലെ പഴയ വേദനകളെല്ലാം സുഖപ്പെടുകയും സന്തോഷകരമായിട്ടുള്ള പുതിയൊരു ജീവിതം ആരംഭിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ എത്ര കഠിനമായാലും നിങ്ങളിലെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ലക്ഷ്യത്തിലേക്ക് തന്നെ നിങ്ങൾ ഉറച്ച് നിൽക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. കൂടാതെ നിങ്ങൾക്ക് മുന്നിലേക്ക് വളരെ ആകർഷണമെന്ന് തോന്നിപ്പിക്കുന്ന ധാരാളം വഴികളും അവസരങ്ങളുമൊക്കെ ഒരേ സമയം വന്ന് ചേർന്നേക്കാം. അപ്പോൾ അവിടെ അതിൽ മയങ്ങി വീഴരുത് എന്ന് പ്രപഞ്ചശക്തി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത്തരം അവസരങ്ങളൊക്കെ വെറും താൽക്കാലികം മാത്രമായിരിക്കും. അതിനാൽ തന്നെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുന്ന വഴി വിവേകത്തോടെ തന്നെ നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ വെറുതെ ചിന്തിച്ച് മാത്രം ഇരിക്കാതെ അതിനെ പ്രാവർത്തികമാക്കാൻ കൂടി നിങ്ങൾ ശ്രമിക്കുക എന്നും പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും ആത്മീയമായി നിങ്ങൾക്ക് കൂടുതൽ ഉയരാനുമൊക്കെ കുറച്ച് സമയം ധ്യാനത്തിനോ പ്രാർത്ഥനയ്ക്കോ ഒക്കെ വേണ്ടി ചിലവഴിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും നിങ്ങൾക്ക് സമാധാനം ലഭിക്കാനുമൊക്കെ ധ്യാനവും പ്രാർത്ഥനയുമൊക്കെ വലിയ രീതിയിൽ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അതേപോലെ തന്നെ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. കൂടാതെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.